ഹലോ ഫ്രണ്ട്സ്, ജുവൽ പോൾ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ അലനെ നമ്മൾ കൊണ്ടുവരാനായിട്ട് തുമ്പൂർമൊഴിയിലേക്ക് പോയതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ബാസുവേട്ടൻ്റെ കടയിൽ നിന്ന് അലനും ഫ്രണ്ട്സിനും ഫുഡ് വാങ്ങിച്ചു കൊടുത്തു. ആ ഒരു വീഡിയോ ഉണ്ടിത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. അതിന് മുമ്പിലെത്തിയപ്പോൾ എല്ലാവരും കൂടി നിന്നിട്ട് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ്. അപ്പോൾ അലൻ ഈ പ്രാവശ്യം തുമ്പൂർമൊഴിയിലാണ് ഇൻറ്റേൺഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഇനി. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ബാസുവേട്ടൻ്റെ കടയിൽ പോയി അടിപൊളി ഫുഡ് കഴിച്ചു. അടിപൊളിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് നേരം വൈകി, എല്ലാ ഐറ്റംസും കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ വാസുവേണ്ട കടയുടെ മുകളിലത്തെ നിലയിൽ ഇങ്ങനെ ഫാമിലിക്ക് ഇരിക്കാൻ പറ്റും. വെയിറ്റ് ചെയ്തിരുന്ന് നമ്മളെ ഫാമിലി ഇരിക്കുന്നിടത്ത് കുട്ടികളെല്ലാവരും, ഞാനും മമ്മിയും അലനും എവിനും റോസും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയിരുന്നു ഫുഡ് കഴിച്ച് ഞങ്ങൾ വയറൊക്കെ നിറച്ച് പോന്നു. അങ്ങനെ വാസുവേണ്ട കടയുടെ മുമ്പിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ പിന്നെ എടുത്തു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവരെ ഫാമിലിക്ക് പോകാൻ ഉണ്ടായിരുന്നത്. അവിടെ ഫാമിലി വേണ്ടത് കാണാനുണ്ട്. പശുക്കൾ തന്നെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് കാണുന്ന റംബൂട്ടാൻ്റെ ഒക്കെ ഒരു ലോകം തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. എല്ലാ വീട്ടിലും ഇങ്ങനെ വലയിട്ടിട്ട് റംബൂട്ടാൻ ഇങ്ങനെ പറയുക ഇഷ്ടം പോലെയാണ്. അവിടെ കാട് പിടിച്ച പോലെയാണ് റംബൂട്ടാൻ നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ജസ്റ്റ് ഞങ്ങൾ പോണ സമയത്ത് എടുത്തതാണിത്. അപ്പോൾ ആ വശത്തേക്ക് പോയവർക്കൊക്കെ അറിയാം അവിടെ ഈ റംബൂട്ടാൻ്റെയും മാങ്കൂസ്റ്റിൻ്റെയും ഒക്കെ മെയിൻ സ്ഥലം എന്നുള്ളത്. വേളൂക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് കേട്ടോ. വീടുകളൊന്നും കാണാൻ തന്നെ ഇല്ല, കാരണം റംബൂട്ടാനെ കൊണ്ട് നിറഞ്ഞു നിൽക്കണം. അങ്ങനെ കാണാനും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. ഇങ്ങനെ നല്ലോണം പഴുത്ത് ഇങ്ങനെ റെഡ് കളറിലും യെല്ലോ കളറിലൊക്കെ നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നമ്മുടെ അലൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ അവരെ ഫാമിലത്തെ ചാണകപ്പൊടിയാണ് കാണുന്നത്. പക്ഷെ നിലം ഇങ്ങനെ ഒരേപോലെയാണ് കിടക്കുന്നത്, കാരണം മനസ്സിലാവില്ല. അവരുടെ നല്ല മണമായിരുന്നു. അതുപോലെ തന്നെ നമ്മളവിടെ ഫുള്ള് ചുറ്റി കണ്ടു. അപ്പോൾ കുറേ ഫാമുകൾ, പശുക്കളുടെ ഫാമുകൾ തന്നെയാണ്. അപ്പോൾ നല്ല ഇനം നല്ല അടിപൊളി പശുക്കളും വലിയ പശുക്കളും അതുപോലെ ചെറിയ പശുക്കളും ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടു. ഞങ്ങൾ കുറച്ച് പശുക്കൾക്ക് കുറച്ച് പുല്ലൊക്കെ കൊടുത്തു. ആ വീഡിയോ ആണ് ഇട്ടത്. നല്ല വെയിലായിരുന്നു ആ നേരത്ത്. മഴ തോന്നുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ചളിപിളി ഇല്ലാണ്ട് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഒരു ഫാം കണ്ട ഒരു കഥയാണ് നമ്മുടെ വീഡിയോയിൽ ഈ പ്രാവശ്യം കാണിക്കുന്നത്. നമ്മുടെ അലൻ അവിടെ പോയിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞു. ഇനിയും ഒരു 18 ദിവസം കൂടി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ കണ്ട കാഴ്ചകളൊക്കെയാണ് ഈ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പശുക്കൾക്ക് അങ്ങനെ പിള്ളേർക്ക് അങ്ങനെ പരിചയമില്ല. പശുക്കളെ അടുത്ത് കണ്ടിട്ടുള്ള പരിചയം കുറവാണ്. അപ്പോൾ കണ്ടപ്പോൾ അവർക്ക് പശുക്കൾക്ക് പുല്ല് കൊടുക്കണം. പക്ഷേ അടുത്തേക്ക് പോകണ്ടെന്ന് നല്ല നേരത്തെ പറഞ്ഞു, കാരണം ചാണകം മൂത്രം ഇഷ്ടം പോലെ പിടിപിടി തന്നെ വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ സമയക്കാലം പറഞ്ഞു തന്നെ എപ്പോഴാണ് എങ്ങനെയാണെന്നൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ അതേ പുല്ലും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അലനും അതുപോലെ തന്നെ റോസ്മോളും ഒക്കെ മാറി മാറി പുല്ലൊക്കെ കൊടുത്തു. പിന്നെ അവിടെ വേറൊരു സംഭവം കൂടി നമ്മൾ കണ്ടിരുന്നു കേട്ടോ. അതായത് ഇവിടെ നമ്മുടെ പ്രളയം ഉണ്ടായ സമയത്ത് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഇതാദ്യം ഇപ്പോൾ തുമ്പൂർമൊഴിയിൽ ഒരു കോളേജൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞപ്പോൾ ഈ കോളേജൊക്കെ മാറി ഇപ്പോൾ ഇവിടെ ഈ ഫാം മാത്രമായി. അങ്ങനെ ഉരുൾപൊട്ടിയ സ്ഥലം കൂടി നമ്മളവിടെ കണ്ടു. രണ്ട് ഇതേപോലത്തെ ഷെഡൊക്കെ ഒലിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ വളരെയധികം നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഇത്. കണ്ടില്ലേ, ഇത് അവിടെ നിന്ന് മുകളിൽ നിന്ന് ഇവിടെ നിന്ന് അറ്റം വരെ ഒലിച്ചു പോയതാണ് ഇത്ര. അപ്പോൾ ഇവിടെ അത് കാരണം കൊണ്ട് ഫാം മാത്രമായി. ഇവിടെ രാത്രിയിൽ ഇവർ താമസിക്കുന്നിടത്ത് ആനയൊക്കെ വരും. അതുപോലെ പാമ്പിൻ്റെ ശല്യം ഉണ്ടെന്നാണ് ആരും പറഞ്ഞത്. നമ്മൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ് കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന്. അലനെ ചെറിയ പേടിയൊക്കെ ഉണ്ട് പാമ്പിനെയൊക്കെ. റൂമിൽ ഒരു ദിവസം ബാത്റൂമിൽ പാമ്പിനെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. ഇതേ കണ്ടില്ല, ഇതൊക്കെ ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ള പശുക്കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ വലിയ പശുക്കളുടെ പോലെയാണ്. ആളുടെ വലിപ്പത്തില പുല്ല് നിൽക്കണം കേട്ടോ. ഇവിടുത്തെ പശുക്കൾക്ക് കൊടുക്കാനുള്ള പുല്ലാണത്. ഈ പശുക്കളെ കണ്ടില്ലേ, ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അവൻ പറയുന്നത്. തിരിച്ചെല്ലാം അതിൻ്റെ കുട്ടിയാണ് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത്. ഇത് സാധാരണ ഇനം ചെറിയ ഉയരം കുറഞ്ഞ പശുക്കളാണ്. അപ്പോൾ അവരടുത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം അത് പൊട്ടിച്ചെറിഞ്ഞാൽ നമുക്ക് നല്ല പണി കിട്ടുമെന്നും പറഞ്ഞു. അങ്ങനെ പശുക്കളെ കുറിച്ചുള്ള ഒരു ഗവേഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വരുന്നിടത്തുനിന്ന് മുഴുവൻ നമ്മൾ ഈ റംബൂട്ടാന് വില ചോദിച്ചു.
വില ചോദിച്ച് അത്യാവശ്യം നമ്മൾ റംബൂട്ടാൻ വീട്ടിലേക്ക് വാങ്ങിച്ചു. അതുപോലെ മാംഗൂസ്റ്റും വാങ്ങിച്ചിരുന്നു. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. റംബൂട്ടാൻ നിറച്ചാണ്, കണ്ട് കൊതി തീരും. അതുപോലെ തന്നെ കഴിച്ചിട്ടും റേറ്റും കുറവാണ്. നമുക്ക് ടൗണിൽ നിന്ന് കിട്ടുന്നേക്കാളും റേറ്റ് കുറവാണ് അവിടെ ഈ പറഞ്ഞ റംബൂട്ടാനും മാംഗൂസ്റ്റും ആയിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ പ്രാവശ്യത്തെ വീഡിയോ റംബൂട്ടാനും അതുപോലെ മാംഗൂസ്റ്റൊക്കെ വാങ്ങിച്ച് തുമ്പൂർ മൊഴിയൊക്കെ പോയി വന്നൊരു വീഡിയോ ആണ് കേട്ടോ. നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.